ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ വിളിച്ച് വേഗം എത്തണം, അലീനയ്ക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലീനയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് പ്രകാരം മനു പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ മനു മാത്രമേ വരുന്നുള്ളൂ. ബാലചന്ദ്രനോടും കൃഷ്ണമോളോടും രാവിലെ അങ്ങോട്ട് എത്തിയാൽ മതി എന്നാണ് മനു പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തുന്ന മനു നേരെ ചെല്ലുന്നത് അലീനയെ കാണാൻ ICUയിലേക്കാണ്. അപ്പോൾ ചെല്ലുമ്പോൾ അലീന നന്നായിട്ട് ഉറങ്ങുകയായിരുന്നു. അലീനയുടെ അരികത്ത് തന്നെ ഡ്യൂട്ടി നഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീനയെ വിളിച്ചുണർത്താതെ തന്നെ മനു നേരെ പോകുന്നത് അവളുടെ ഡോക്ടറുടെ അടുത്തേക്കാണ് കേട്ടോ. അലീനയുടെ വിവരങ്ങളൊക്കെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ മനുവിനെ കാണുമ്പോൾ തന്നെ മനുവിനോട് പറയുന്നുണ്ട്, മനു എന്താ പറയണ്ടേന്നറിയില്ല. അലീനയുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പോയിസൺ അകത്ത് ചെന്നിട്ടും അവളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊന്നും ഒരു തകരാറും സംഭവിക്കാതെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയും വീര്യം കൂടിയ പോയിസനാണ് അവളുടെ ബോഡിയിൽ ചെന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എത്തിച്ചത് മഹാഭാഗ്യമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറോട് ഞാനൊന്നും പറയാതെ തന്നെ അവളുടെ സിറ്റുവേഷൻസ് അറിയാലോ. ആ വീട്ടിൽ ഇനിയിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്തതായിട്ട് ആരും തന്നെ ഇല്ല. കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യം തന്നെയാണ്. ആരോടും പ്രത്യേകിച്ച് പറയണ്ട, അതും ഡോക്ടറോട് ഒന്നും പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അറിയാം മനു, ഇപ്പോൾ അലീന തന്നെ ആദ്യം വന്ന് അഡ്മിറ്റ് ആയത് മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണല്ലോ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അല്ല മനുശങ്കർ, നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കൂടുതൽ ചോദിച്ചറിയുന്നതിൽ കാര്യമില്ല, തലയിടുകയാണെന്നൊന്നും തോന്നരുത്. നമ്മളൊരു ഫാമിലി മെമ്പേഴ്സ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇത് നിങ്ങൾ കേസാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആർക്കെതിരെയാണ് ഡോക്ടറെ നമ്മൾ കേസ് കൊടുക്കേണ്ടത്? അവളുടെ അമ്മ എന്ന് പറഞ്ഞ് മനു പെട്ടെന്ന് നിർത്തിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ മനു, എനിക്ക് വ്യക്തമായില്ല. അല്ല ഡോക്ടറെ, അവൾ അവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്, പിന്നെ ആർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടതെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ആ കുട്ടിയെ ഇനിയും ആ വീട്ടിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അത് തന്നെയാണ് ഡോക്ടറെ ഞാനും ആലോചിക്കുന്നത്. ഇനിയും അലീനയെ അവിടെ നിർത്തുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. പക്ഷേ അവളുടെ ഗാർഡിയൻ ഡോക്ടർക്ക് അറിയാലോ ബാലചന്ദ്രൻ അങ്കിളാണ്. അപ്പോൾ അങ്കിൾ എടുക്കുന്ന തീരുമാനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. എൻ്റേതായ രീതിയിൽ ഒരു അഭിപ്രായം എടുത്ത് അവൾക്ക് നേരെ അധികാരം കാണിക്കാൻ എനിക്കിപ്പോൾ തൽക്കാലം കഴിയില്ല എന്ന് മനു പറയുകയാണ്. അപ്പോൾ മനുവിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, തൽക്കാലം കഴിയില്ല എന്ന് പറഞ്ഞതിനർത്ഥം വേറെന്തെങ്കിലും ഉണ്ടോ മനുശങ്കരെ? ഉണ്ടെന്ന് തന്നെ ഡോക്ടർ കൂട്ടിക്കോളൂ എന്നും മനു ഒരു കള്ളച്ചിരിയോട് കൂടി പറയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അല്ലെങ്കിലേ ആദ്യം തന്നെ അലീനയെ ഇവിടെ അഡ്മിറ്റ് ആക്കിയ സമയം മുതലേ ഞാനത് ശ്രദ്ധിച്ചതാണ് മനുശങ്കരെ. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് നന്നായി, നല്ല കുട്ടിയാ അലീന. അപ്പോൾ മനു ഡോക്ടറോട് ഒരു കള്ളച്ചിരിയോടുകൂടി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കറിയാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് മനു അലീനയെ കാണട്ടെ എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ മനു ഡോക്ടറോട് തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും മനുവിന് വല്ലാത്ത ടെൻഷനുണ്ട്. ഇനി അലീനയെ എന്ത് ചെയ്യും? ബാലചന്ദ്രൻ അങ്കിളിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഇത്ര ധൈര്യം ഉറപ്പിച്ച് നിർത്തുക? ഇത്രയ്ക്കും ദുഷ്ടതകളാണല്ലോ അവളോട് ഇവരെല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വല്ലാത്ത ടെൻഷനിലാണ്. ബാലചന്ദ്രൻ അങ്കിൾ വീട്ടിലുള്ള സമയത്ത് തന്നെയാണ് അലീനയ്ക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും അവളെ അവിടെ നിർത്തും തോറും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ മനു അലീനയുടെ അടുത്തേക്ക് നടക്കും തോറും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ മനുവിനോട് പറഞ്ഞിരുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെയും ഇവിടെ തന്നെ കിടക്കട്ടെ, 2 ദിവസം നാളെയോ മറ്റന്നാളോ നമുക്ക് ICUയിൽ നിന്ന് മാറ്റാം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അധികം സംസാരിപ്പിക്കേണ്ട, കുറച്ച് സമയം സംസാരിപ്പിച്ചാൽ മതി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ട എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനു ചെല്ലുന്നുണ്ട്. അപ്പോൾ മനുവിനെ കാണുമ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് എണീക്കുകയാണ്. സിസ്റ്റർ എണീറ്റിട്ട് മനുവിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ബൈസ്റ്റാൻഡർ വന്നല്ലോ, ഞാൻ ഡ്യൂട്ടി റൂമിലുണ്ടാകും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ്
നേഴ്സ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. നേഴ്സ് അവിടെ നിന്ന് എണീറ്റ് പോയ ആ ചെയറിൽ മനു ഇരിക്കുന്നുണ്ട്. മനു ആ ചെയറിലിരുന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം അന്ന് ആ പള്ളി വരാന്തയിൽ വെച്ചിട്ട് അവരാദ്യം കണ്ട ആ നാളുകളൊക്കെ മനു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായ അത്രയും സൗന്ദര്യം നിറഞ്ഞൊരു പെൺകുട്ടിയുടെ മുഖം ഇങ്ങനെ മനുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അലീനയെ അന്ന് കണ്ട ആ മാത്രയിൽ തന്നെ മനുവിന് അത്രയും ഒരു ഇഷ്ടം അവളോട് തോന്നിയതാണ്. അന്ന് ആ നിമിഷം മുതൽ മനു മനസ്സിൽ ഇതായിരിക്കും എൻ്റെ പെണ്ണ് എന്ന് മനു സ്വയം പറഞ്ഞതൊക്കെ മനു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കൈയെടുത്ത് അവൻ്റെ കയ്യിലേക്കായി ഇങ്ങനെ വെച്ചിട്ട് പതിയെ ആ കൈ ഇങ്ങനെ തലോടുകയാണ് കേട്ടോ. അലീനയ്ക്ക് കിട്ടാതെ പോയ ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടല്ലേ. നഷ്ടങ്ങൾ അത് സ്നേഹത്തിൽ മാത്രം നികത്താൻ പറ്റുന്ന നഷ്ടങ്ങളാണ് അലീനയ്ക്കുള്ളത്. അത് മനുവിൽ നിന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് നമ്മൾക്കും കണ്ടറിയാം അല്ലേ. പെട്ടെന്ന് തന്നെ അലീന ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണരുമ്പോൾ അലീന കാണുന്നത് തൻ്റെ കൈ മനുവിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് മനു ആ അലീന കിടക്കുന്ന കട്ടിലിൽ തല ചായ്ച്ച് കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ അലീന കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മനുവിനെ കാണുന്നുണ്ട്. അപ്പോൾ അലീന പെട്ടെന്ന് ഇങ്ങനെ കൈ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയുടെ ആ അനക്കത്തിൽ മനുവും ഉണരുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആ ഉണർന്നായിരുന്നോ, എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ വാസം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അലീന കരയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ കരയുമെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കാതെ തന്നെ നിൻ്റെ മൈൻഡ് ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചത്. കരയരുത് അലീന, നീ ഇനിയും എങ്ങനെയാണ് ഇങ്ങനെ കരയാൻ നിനക്ക് പറ്റുന്നത്? എല്ലാം നിനക്കറിയാവുന്നതല്ലേ. ഇതൊക്കെ നീ തരണം ചെയ്ത് തന്നെ വേണം അവിടെ നിൽക്കാൻ. അല്ലെങ്കിലും ഇനി എത്ര നാളാണ് അലീന നീ ഇനി കടിച്ചു പിടിച്ച് അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇനി എന്തായാലും നിന്നെ അവിടേക്ക് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് വേണം അലീന നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മനു അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ കൈവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കയ്യിൽ അവളിങ്ങനെ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് മനുവേട്ടാ ഞാൻ ചെയ്തത്? ഞാൻ ചെയ്തത് ഒരു തെറ്റ് മാത്രമാണ്. ഒരമ്മയുടെ സ്നേഹം, ആ അമ്മയെ കാണാം, എൻ്റെ സഹോദരങ്ങളെ കാണാം. എനിക്ക് എന്നെ ജനിപ്പിക്കാതെ പോയ ഒരു അച്ഛനുണ്ട്, ആ അച്ഛനെ എനിക്ക് കാണാം എന്ന് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ച് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഈ നിമിഷം വരെ ഞാനായിട്ട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ വീട്ടിലെ മൂത്ത സന്തതിയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും ദുഷ്ടതരങ്ങൾ കാണിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെയാണ് അമ്മ എന്ന് വിളിക്കാമെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും പറയുകയാണ്, അതെൻ്റെ അമ്മയാണെന്ന് പോലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ് ഇവർക്കൊക്കെ എന്നോടിങ്ങനെ കാണിക്കാൻ തോന്നുന്നത്? അപ്പോൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അലീന, ദൈവനിശ്ചയം ഒന്നുണ്ട്, അത് നടന്നല്ലേ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിന്നോട് ഇതാരാ ഇതൊക്കെ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണോ മനുവേട്ടാ എനിക്കെന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിയാൻ? എനിക്കെല്ലാം മനസ്സിലായതാണ്. പിന്നെ എങ്കിലും ഇവിടെ കുറച്ച് മുമ്പ് എനിക്കൊരു ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന സിസ്റ്ററോടും ഡോക്ടറോടും കാര്യങ്ങളൊക്കെ തിരക്കിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എല്ലാം അറിഞ്ഞിരിക്കട്ടെ മനുവേട്ടാ ഞാൻ, അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെയല്ലേ എല്ലാം അറിഞ്ഞിരിക്കുന്നത്. അല്ല, അച്ഛൻ എവിടെ പോയി? അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മനു പറയാണ്, അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയിരുന്നു. ആ ബോട്ടിൽ ഞങ്ങൾ വൈജാൻ്റിയുടെ റൂമിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് അങ്കിളിന് തീരെ വയ്യ. അപ്പം അങ്കിളിന് മെഡിസിനൊക്കെ എടുക്കാനുള്ളതാണല്ലോ. അപ്പം ഞാനാണ് പറഞ്ഞത്, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്, കൂടെ വരണ്ടാന്ന്. എന്താ, ഞാൻ പോരേ നിനക്ക്? എല്ലാവരും വേണമെന്നുണ്ട് മനുവേട്ടാ, പക്ഷെ എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു പക്ഷേ നാളെ മനുവേട്ടനെയും. ഒരു നിമിഷം അവിടെ ആകെ നിശബ്ദമാവുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ സംസാരങ്ങൾക്കൊടുവിൽ അലീന ഉറങ്ങിപ്പോവുമായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ കാണുന്നത് അച്ഛനെയും കൃഷ്ണമോളെയും ആണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും അലീനയുടെ അരിയത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, രണ്ടാളും എപ്പോഴാണ് എത്തിയേ?
എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയി, അച്ഛൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അലീനയുടെ അരിയത്തായിട്ട് ബാലചന്ദ്രൻ വന്നിരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അവളെ തലയിലൊക്കെ ഇങ്ങനെ തടവാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് കൃഷ്ണമോളും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് സങ്കടക്കുള്ളിലൊതുക്കി ചേച്ചിയെ കളിയാക്കുന്നുണ്ട്. ഈ ചേച്ചിക്ക് എന്താ ഈ ഹോസ്പിറ്റലിൽ ഇത്ര ഇഷ്ടപ്പെട്ടോ? ഇതെന്താ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചിക്ക് പോരാൻ തോന്നാത്തെ? അച്ഛനെയും കൊണ്ടുവരും, ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി തന്നെ വന്ന് അഡ്മിറ്റ് ആവും. നന്നായിട്ടുണ്ട് എന്തായാലും എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ മനുവും അച്ഛനും ഒക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അലീന വീണ്ടും പെട്ടെന്ന് ഇങ്ങനെ സീരിയസ് ആവുകയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അച്ഛനൊന്നും കഴിച്ചില്ലേ? അച്ഛനെന്താ ഭയങ്കര ക്ഷീണം? കൃഷ്ണമോളെ, അച്ഛനൊന്നും കഴിച്ചിട്ടില്ലേ? കഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല ചേച്ചി. വീട്ടിൽ അമ്മ എന്തൊക്കെയോ നിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അച്ഛനൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. പിന്നെ അച്ഛന് മെഡിസിൻ കഴിക്കാനുള്ളത് കൊണ്ട് ഇവിടെ വന്നിട്ട് അച്ഛനൊരു മസാല ദോശ വാങ്ങിച്ചു. ഒരു ഇത്തിരി കോളം കഴിച്ചിട്ട് അച്ഛൻ മെഡിസിൻ കഴിച്ചു. എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോരാ ചെയ്തത് എന്ന് പറയുമ്പോൾ അലീന ബാലചന്ദ്രനെ വഴക്ക് പറയുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ നടക്കണേ? അന്നൊരു കാര്യം ചെയ്യും, ഞാൻ ഇറങ്ങിത്തരാം, അച്ഛൻ ഈ ബെഡിൽ ഇവിടെ കയറി കിടക്ക് എന്നൊക്കെ പറഞ്ഞ അലീന വഴക്ക് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പാപമാണ് കുഞ്ഞെ നീ ചെയ്തത്? ഇത്രമാത്രം സഹിക്കാനും അതെല്ലാം പൊറുക്കാനും നിനക്ക് എങ്ങനെയാണ് നിൻ്റെ മനസ്സ് അനുവദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നോട് ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്യുന്നത് എന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ച് എൻ്റെ അമ്മ തന്നെയല്ലേ അച്ഛാ. പിന്നെ ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ സാധാരണ കുട്ടികൾ പോയിട്ട് അമ്മമാരോടും അച്ഛന്മാരോടുമാണ് പരാതി പറയാറ്. അതും ആദ്യം പറയുക അമ്മയോടായിരിക്കും. അമ്മ തെറ്റ് ചെയ്താൽ അച്ഛനോടായിരിക്കും പറയുക അല്ലേ? എനിക്ക് ഈ രണ്ടാളും ഇല്ലല്ലോ. പിന്നെ എൻ്റെ അമ്മ ചെയ്യുന്ന തെറ്റുകൾ എൻ്റെ അച്ഛൻ തന്നെ കാണുന്നുമുണ്ട്. പിന്നെ ഞാൻ ആരോടാ പരാതി പറയണ്ടേ? ഇതെല്ലാം കേട്ടിട്ട് ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ കൃഷ്ണമോൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷമം തോന്നുകയാണ്. അപ്പോഴാണ് കൃഷ്ണമോൾക്ക് ഓർമ്മ വന്നത്, രേവതി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അലീനേച്ചിനോട് തിരിച്ച് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ എടുത്ത് അലീനയ്ക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ചേച്ചി രേവതി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയോട് എന്തായാലും തിരിച്ച് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോള് അവളോടെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ചേച്ചി, പറയാതെ വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രിയും വിളിച്ചു, പിന്നെ ഇന്ന് രാവിലെയും വിളിച്ചു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് മനു പറയുന്നുണ്ട്, എങ്കിൽ അലീന രേവതിയെ വിളിച്ചൊക്കെ സംസാരിക്ക്, ഞങ്ങൾ പുറത്തുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനുവും ബാലചന്ദ്രൻ്റെ പിന്നാലെ തന്നെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. വിളിച്ച പാടെ രേവതിക്കുട്ടി കിടന്ന് കരയാണ് കേട്ടോ. എൻ്റെ ചേച്ചി, ഞാൻ ചേച്ചിനോട് പറഞ്ഞതല്ലേ അവിടുത്തെ ഈ ജീവിതം അവസാനിപ്പിച്ച് ചേച്ചി ഇങ്ങും പോരാനായിട്ട്. എന്തൊരു ഗതികേടാണ് അവിടെ. ഇനി എല്ലാവരും കൂടിയും ചേച്ചീനെ അവിടെ തല്ലിക്കൊന്നു വല്ല കുഴിച്ചു മൂടിയാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. ഇതായ ബാലചന്ദ്രൻ അങ്കിളും ആയ കൃഷ്ണമോളും അവിടെ ഉള്ളത് കൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ രേവതിക്കുട്ടി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നതെല്ലാം കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ ഇങ്ങനെ കരയാൻ മാത്രം ഇവിടെ എന്താടി സംഭവിച്ചത്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലടി, നിൻ്റെ ചേച്ചി ജീവനോട് കൂടി കിടന്നിട്ട് തന്നെ ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണ് ചേച്ചി, ഇനി ചേച്ചിക്ക് സംഭവിക്കാനുള്ളത്? എല്ലാം സംഭവിച്ചില്ലേ? ഇപ്പം എത്ര വട്ടമായി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഇതിപ്പോൾ ആയ വൈജയന്തി എന്ത് സാധന ചേച്ചി, നമ്മളെ ബ്രിജിത മമ്മി മുമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലെ ആ പിശാച് തന്നെയാട്ടോ ഇത്. ഈ സാധനത്തിനോട് നമ്മുടെ ബ്രിജിത മമ്മിയുടെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കണം എന്ന് പറയും. ഇത് എന്തൊരു വർഗ്ഗ ദൈവമേ, എനിക്കങ്ങോട്ട് ദേഷ്യം വരിക.
ഞാനേ അങ്ങോട്ട് വരുന്നുണ്ട്, ചേച്ചി ഫോൺ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേ സമയം മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി അലീനയുടെ ഇടയ്ക്ക് വരാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും അലീനയെ കൂട്ടിക്കൊണ്ട് പോരണ കാര്യം രേവതിയോട് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, 2 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ മനുശങ്കറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോരാം, ഇനിയും എന്തിനാണ് ആ കുട്ടിയെ അവിടെ നിർത്തി ഇങ്ങനെ കഷ്ടപ്പെടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾ കൊണ്ടുവരാഞ്ഞിട്ടാണോ ആൻറ്റി? നമ്മൾ എത്ര വട്ടമായി ഇപ്പോൾ വിളിക്കുന്നു, ചേച്ചി വരാൻ സമ്മതിക്കാത്തതല്ലേ? അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, സ്ഥിരമായിട്ടല്ലെങ്കിലും കുറച്ച് നാൾ അവളോട് അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് നിൽക്കാൻ നമുക്ക് നിർബന്ധിച്ച് നോക്കാം. ബാലചന്ദ്രനെയും പറഞ്ഞ് മനസ്സിലാക്കാം. ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. മനുവും ബാലചന്ദ്രനും കൂടി അലീനയെക്കുറിച്ചാണ് കേട്ടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്ത് ധൈര്യത്തിലാണ് ഇനിയും അലീനയെ അവിടെ കൊണ്ടുപോയി നിർത്താൻ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ ഇങ്ങനെയായി സംഭവിച്ചു പോയി. അത് ഡോക്ടർ എന്നോട് ഇന്ന് നേരിട്ട് പറഞ്ഞത് ആ കാര്യമാണ്. ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആകെ പ്രശ്നമായി മാറിയേനെ. അത്രയും പോയിസൺ കൂടുതലുള്ളൊരു എന്തോ സംഭവമാണത്. അത് എന്താണെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല അങ്കിളെ. അങ്കിളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ. ഇതിപ്പോൾ അലീനയ്ക്ക് ദൈവഗുരുത്വവും ഭാഗ്യവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവളിങ്ങനെ തലനാരി ഇഴയ്ക്ക് ഓരോ പ്രശ്നത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോരുന്നത്. എത്രയെന്ന് വെച്ചിട്ടാണ് അങ്കിളെ ഒരു പെൺകുട്ടി ഇത്രയൊക്കെ സഹിക്കുന്നത്? കുറച്ച് സമയം ബാലചന്ദ്രൻ മിണ്ടാതെ നിന്നതിന് ശേഷം മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ പറയുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തില്ലേ? അലീന എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ആ വീട്ടിൽ പിടിച്ചു നിന്ന് പോകാൻ കഴിയുന്നത്. അത് തന്നെയാണ് കൃഷ്ണമോളുടെയും അവസ്ഥ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരൊരുമിച്ച് എവിടെയെങ്കിലും താമസിക്കട്ടെ, ഞാനും അലീനയും കൃഷ്ണമോളും മാറി താമസിക്കണം. അങ്ങനെയൊരു തീരുമാനം എടുത്താലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ അങ്കിളെ, അതൊക്കെ ലോകം മണ്ടത്തരായി മാറില്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ വൈരാഗ്യമാവല്ലേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലിട്ട് ഇവളോ ഉപദ്രവിക്കുന്നത് അവർ വേറെ ആരെങ്കിലും വെച്ചിട്ടൊക്കെ ചെയ്യും. കാരണം വൈജാൻ്റിയുടെ മനസ്സിൽ അത്രയ്ക്ക് വിദ്വേഷമാണ് അലീനയോട്. അതെന്താണ് അങ്കിൾ മനസ്സിലാക്കാത്തത്? അങ്കിളിൻ്റെ വാശി അലീനയെ വെച്ച് ഇനിയെങ്കിലും ചെയ്യരുത്. അങ്കിൾ ആൻറ്റിക്ക് നേരെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ അങ്കിൾ അവളെ കരുവാക്കരുത് അങ്കിളെ. പാവം കിട്ടില്ലേ? എത്രയൊക്കെ ദ്രോഹങ്ങളാണ് എല്ലാവരും കൂടി അവളോട് ചെയ്യുന്നത്. അങ്കിളിന് പോലും അറിയാലോ. പ്രസവിച്ച പാടെ ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിയാണ് അവൾ. അവിടെ നിന്നും തരണം ചെയ്ത് ഈ നിലയിൽ അവൾ എത്തിപ്പെട്ടതല്ലേ. നമ്മളെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സമാധാനം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്കിളൊന്ന് ചിന്തിക്കുമോ ഒന്ന്? ബാലചന്ദ്രൻ മനുവിൻ്റെ തോളിൽ കൈവച്ചിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ നീ കെട്ടിക്കൊണ്ട് പോവുമോ? നിൻ്റെ പെണ്ണായിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയുമോ നിനക്ക്? ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറാണ് അങ്കിളെ. പക്ഷേ എനിക്ക് ഒരു അല്പം സമയം അങ്കിൾ തരണം. എനിക്ക് എൻ്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അങ്കിളിനറിയാലോ, കമലയുടെ അടുത്തേക്ക് അലീനയെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിലും വലുതായിരിക്കും അവളുടെ അവസ്ഥ. അതും എൻ്റെ പെണ്ണായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ. ഒരു വേലക്കാരിയായിട്ട് വന്നിട്ട് തന്നെ അവളോട് എങ്ങനെയാണ് കാട്ടിക്കൂട്ടിയെന്ന് ഞാൻ കണ്ടതാ. അതുകൊണ്ട് എനിക്കൊരല്പം സമയം അങ്കിൾ തന്നാൽ മതി. ആ അല്പസമയം അങ്കിളിന് ഞാൻ തരുമ്പോൾ ആ സമയത്തിൽ അവൾക്കൊന്നും സംഭവിക്കാതെ അങ്കിൾ എനിക്ക് തിരിച്ച് തരണം എന്ന് മനു പറയുന്നത് കേട്ടിട്ട് ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അല്പസമയം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും വരുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി വന്ന് മനുവിനോടും അങ്കിളിനോടും ഒക്കെ സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് അലീനയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും ബാലചന്ദ്രനോട് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ബാലചന്ദ്ര ആ കുട്ടിയെ ആ വീട്ടിൽ ഇനിയും ധൈര്യം ഉറപ്പിച്ച് നിർത്തുന്നത്?
ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ അവൾക്കൊരു മാറ്റം നല്ലതാണ്. ആ സമയത്ത് നമുക്ക് വൈജയന്തിക്കും അവളോടുള്ള ഒരു വാശിയും വൈരാഗ്യമൊക്കെ തീരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ തീരുന്നത് വരെയെങ്കിലും നമുക്ക് അവളെ അവിടെ നിന്ന് മാറ്റി നിർത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് നിൽക്കുമ്പോൾ മനുവും പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണല്ലോ, അവിടെ ആകുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ അങ്കിളെ, നമുക്ക് അവളെ അവിടെ തന്നെ നിർത്താം. അപ്പോൾ എല്ലാം വൈജാൻറ്റിയിൽ മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അല്പസമയം എനിക്ക് എൻ്റേതായ രീതിയിൽ ഞങ്ങളുടേതായ രീതിയിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ആ സമയം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാമച്ചായനും ഗ്രേസമ്മയ്ക്കും സന്തോഷമാവാണ് കേട്ടോ. അവർക്കും മനു പറഞ്ഞ കാര്യം മനസ്സിലാവാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാടാ, നിങ്ങളെ ഒരുമിക്കുള്ളൂ എന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ അവളെ അവിടെ ഇവിടെ ഒന്നും ഇനി ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അവൾ എൻ്റെ മകളാണ്. അങ്ങനെ എനിക്കൊരു ശല്യമായിട്ട് ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. മനുവിൻ്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിക്കുന്നതിന് മുൻപ് അവൾക്ക് സുരക്ഷിതമായ മറ്റൊരു കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചിരിക്കും. ബാലചന്ദ്രൻ എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് യഥാർത്ഥ ഒരു അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ്റെ കയ്യിൽ മാത്രമേ ഞാൻ ഇനി അവളെ ഏൽപ്പിക്കുള്ളൂ. ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വേണം മനുവിനെ വിവാഹം കഴിച്ച് കൊണ്ടുപോകാൻ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അത്ര എളുപ്പമാണോ ബാലചന്ദ്രൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് അവളെ പാരൻസിനെ അന്വേഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല മാമച്ചായ, എന്ത് തന്നെ ആയാലും ഞാൻ അവളെ അങ്ങനൊരു തീരുമാനമാണ് എനിക്ക്. അല്ലാതെ എൻ്റെ കുട്ടിയെ എനിക്ക് ബാധ്യതയായി എന്ന് പറഞ്ഞ് ഞാൻ ആരുടെയെങ്കിലും തലയിൽ ഏൽപ്പിച്ച് കൊടുക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയാണ്, ഞങ്ങളങ്ങനെ അന്യരൊന്നുമല്ല, അവളുടെ അനിയത്തിയുടെ വീട്ടുകാരാണ്, അങ്ങനെ വേണം ഞങ്ങളെ കാണാൻ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും ആ കുട്ടിക്ക് ഒരല്പം സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. മനു ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മാമച്ചായൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എങ്ങനെ ഏതറ്റത്ത് നിന്ന് അന്വേഷിച്ചിട്ടായാലും നമുക്ക് അവളെ അച്ഛനെ കണ്ടുപിടിക്കാം. ഞാനും ഒരു മിലിറ്ററിക്കാരനായിരുന്നല്ലോ ബാലചന്ദ്ര, അവളുടെ അച്ഛനും അങ്ങനെ തന്നെയാണെന്നാണല്ലോ നമ്മൾക്കും കേട്ടറിവ്. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ബാലചന്ദ്രൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാകും, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇനി പഴയതൊക്കെ ആലോചിച്ച് വീണ്ടും പഴയ പോലെ അറ്റാക്കൊന്നും വരുത്തി വെക്കരുത്, 2-3 കുട്ടികളെ നോക്കാനുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ ഇങ്ങനെ മാമച്ചായൻ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനുവും പറയുന്നുണ്ട്, അങ്കിളൊന്നുകൊണ്ട് വിഷമിക്കരുത്, അങ്കിളിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, അലീനയുടെ അച്ഛനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഒരല്പം സമാധാനവും ഒരു ശാന്തതയോടും കൂടി ബാലചന്ദ്രനൊന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഗ്രേസമ്മ പറയുന്നത്, കൂടെ വന്ന കാന്താരി ഇപ്പോൾ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടെന്ന്. അലീന വിചാരിക്കില്ലേ ഞങ്ങൾ ഇത്ര സമയം എന്തെടുക്കുകയാണ് അവളെ അടുത്തേക്ക് ചെല്ലാതെയെന്ന്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാമച്ചായനും ഗ്രേസമ്മയും കൂടി അലീനയുടെ അടുത്തേക്ക് പോകുകയാണ്. ബാലചന്ദ്രനും മനുവും കൂടി അവരെ കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. മാമച്ചായൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ അലീനയുടെ അച്ഛൻ സ്റ്റാൻലിയെ അവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലോങ് വീഡിയോ അടുത്ത് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.